ഇപ്പോൾ കാസയുടെ കോർഡിനേറ്റർ കെവിൻ പീറ്റർ കൂടി ഈ വിഷയത്തിൽ തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കെവിൻ പീറ്റർ, ലവ് ജിഹാദ് അത് ഹിന്ദു ക്രൈസ്തവ ഭവനങ്ങളിൽ വലിയൊരു വില്ലനായി മാറിക്കഴിഞ്ഞിട്ട് വർഷങ്ങളേറെയായി. പക്ഷേ ഇവിടുത്തെ ഭരണകൂടം ഇപ്പോഴും ചോദിക്കുന്നത് ലവ് ജിഹാദ് എന്നൊന്നുണ്ടോ എന്ന ചോദ്യമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പല ചർച്ചകളിലും ഉയർത്തുന്ന ചോദ്യം എന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോതമംഗലത്ത് 23 വയസ്സും മാത്രം പ്രായമുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ കുട്ടി സോന ഇപ്പോൾ ലവ് ജിഹാദിന് അല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനത്തിന് ഇരയായിരിക്കുകയാണ്. ഇത് അതിൻ്റെ അവസാനത്തെ ഇരയാണ് കേരളത്തിലെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇതൊരു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴിതാ കോതമംഗലത്താണ് ഏറ്റവും അവസാനത്തെ സംഭവം. എങ്ങനെ നോക്കിക്കാണുന്നു കെവിൻ പീറ്റർ? ശരിക്കും വളരെ ശക്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് പുറത്തു വരുന്നത് 100-ൽ 1 മാത്രമാണ്. പലതും വീട്ടുകാർ മൂടി വയ്ക്കുന്നു, പല രീതിയിലുള്ള സ്വാഭാവിക മരണങ്ങളായി മാറുന്നു, മറ്റു വിഷയങ്ങളിലെ ആത്മഹത്യകളായി മാറുന്നു. പക്ഷെ പലതിന്റെയും പുറകിൽ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും തന്നെയാണ്. ഇത് മുൻപത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഇത് പെൺകുട്ടികൾ മാത്രമല്ല, വീട്ടമ്മമാരുൾപ്പെടെ ഇതിന്റെ കെണിയിൽ പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ സർക്കാർ തലത്തിൽ ഒരുവിധ കണക്കുകളും ലഭ്യമല്ല. പലരും മാധ്യമങ്ങൾ ചോദിക്കും കണക്കുകൾ എവിടെ. പക്ഷെ ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് പെൺകുട്ടിയെ കാണാതാവുമ്പോൾ 10-ൽ 1 മാതാപിതാക്കൾ മാത്രമാണ് പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ആ പരാതിയിന്മേൽ അവിടെ എടുക്കുന്ന കേസ്, രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസ് എന്ന് പറയുന്ന മാൻ മിസ്സിംഗ് ആണ്. ഇനി ആ പെൺകുട്ടിയെ കണ്ടെത്തിയാലും മാൻ മിസ്സിംഗിലുള്ള കേസാണ് തീർപ്പാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള കണക്കുകളാണ് സർക്കാരിന്റെ കണക്ക്. ആ കണക്കുകളിൽ ഒന്നും തന്നെ ലവ് ജിഹാദ് വരില്ല. അവിടെ മാൻ മിസ്സിംഗുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിവിടെ നടക്കുകയാണ്. ഈ ആഴ്ചയിൽ ഞങ്ങൾ മാത്രം കഴിഞ്ഞ ഞായറാഴ്ച വരെ ഒരു 7 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത കേസുകളുടെ എണ്ണം 6 ഈ മാസം, ഈ ജൂലൈ മാസത്തിൽ മധ്യ കേരളത്തിലെ ഒരു കത്തോലിക്ക ബിഷപ്പിന്റെ ബന്ധുവിന്റെ മകൾ ഉൾപ്പെടെ പോയിട്ടുണ്ട്. ഇത് ഇപ്പോൾ പുറത്തു വന്ന കേവലം ഒരു ചെറിയൊരു വിഷയം മാത്രമാണ് സോനയുടെ മരണം. പക്ഷെ ഇത് അറിയപ്പെടാതെ പോകുന്ന സോനാമാർ ഒത്തിരിയുണ്ട്. സർക്കാർ സമ്മതിക്കില്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കില്ല. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ഒത്താശയോടുകൂടെ തന്നെയാണ് ഇതിവിടെ നടക്കുന്നത്. ഇപ്പോൾ അതിന് വളരെ സഹായകരമാകുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. അവർക്കിപ്പോൾ നേരിട്ട് വരണമെന്നില്ല. കോവിഡ് കാലത്തേതുപോലെ വീഡിയോ കോൺഫറൻസിലൂടെ വേണമെങ്കിലും രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുന്നുള്ള അവസ്ഥയാണ്. പഴയതുപോലെ തന്നെ നോട്ടീസ് ബോർഡുകളിൽ മാത്രമേ പ്രദർശിപ്പിക്കുന്നുള്ളൂ, വെബ്സൈറ്റുകളിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നോട്ടീസ് ബോർഡുകളിലേക്ക് വരുന്ന ഈ ഇതിന്റെ നോട്ടീസിന്റെ കോപ്പിയുടെ ഭാഗത്തു നിന്നും പെണ്ണിന്റെ ചിത്രങ്ങൾ ഇവർ ബോധപൂർവം കീറി മാറ്റുന്നത് കൊണ്ട് തന്നെ പുറം ലോകം അത് അറിയുന്നില്ല. കെവിൻ പീറ്റർ, ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇവിടെ കിടന്ന് ബഹളം വെച്ച ആളുകളെ ഒന്നും ഇത്തരം വിഷയങ്ങളിൽ കാണുന്നേ ഇല്ല എന്നതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ പ്രതിഷേധമായിക്കോട്ടെ, പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാം. പക്ഷേ ഈ ക്രിസ്ത്യൻ ഹിന്ദു വീടുകളിൽ നിന്നും പെൺകുട്ടികൾ ഈ രീതിയിൽ തുടർച്ചയായി ലവ് ജിഹാദിന് ഇരയാകുന്ന ഘട്ടത്തിൽ ഈ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ഛത്തീസ്ഗഡ് പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന ഇവിടുത്തെ MP-മാരോ അല്ലെങ്കിൽ കേരള നിയമസഭയിലെ MLA-മാരോ ഒക്കെ സൈലന്റ് ആണ്. ഇത് വളരെ അപകടകരമായ ഒരു നിശബ്ദത എന്ന് വേണ്ട ഇതിനെ വിലയിരുത്താൻ. തീർച്ചയായിട്ടും ഇപ്പോൾ കൊല്ലപ്പെട്ട പെൺകുട്ടി, ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തുള്ള കേരള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരാണ്. കാരണം ഇതില്ല എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം ടെക്നിക്കലായ ഒരു വാക്ക് ലവ് ജിഹാദിന്മേൽ കേസുണ്ടോ എന്ന് ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഇവിടുത്തെ മതമൗലികവാദികൾക്ക് വേണ്ടി ചോദിച്ച ബെന്നി ബെഹനാനെ പോലെയുള്ളവർ നമ്മുടെ ജനപ്രതിനിധികളായിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ മണിപ്പൂരും പ്രതികരിച്ചതിന് കാസയുടെ കോർഡിനേറ്റർ കെവിൻ പീറ്റർ പറയുന്നത് ക്രിസ്ത്യൻ പെൺകുട്ടികൾ തുടർച്ചയായി കേരളത്തിൽ ലവ് ജിഹാദിന് അല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനത്തിന് ഇരയാകുന്നു. ഈ വർഷം അതിൻ്റെ തോത് വീണ്ടും ഉയർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്.